എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലിംഗം മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, ലിംഗം മാത്രമല്ല, നമ്മുടെ ശരീരം മൊത്തം എണ്ണ തേച്ചുള്ള കുളി നമ്മളെ കൂടുതലായി ആരോഗ്യവാന്മാരാക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ലിംഗത്തിനും സംഭവിക്കുന്നത്. അതെ, കൂടുതൽ യൗവനമാക്കുവാൻ എണ്ണ തേച്ചുള്ള കുളി നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്. എന്നാൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധം, ആഴ്ചയിൽ 2-3 പ്രാവശ്യം എണ്ണ തേച്ച് അഥവാ ശരീരം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്നവർ പോലും ചെയ്യുന്ന ഒരു അബദ്ധം, അതെ, ലിംഗത്തിലും അതുപോലെ പെൽവിക് ഏരിയയിലും എണ്ണ പുരട്ടുന്നില്ല എന്നതാണ്. ആ ഭാഗം മാത്രം ഒഴിവാക്കി മറ്റുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നതാണ് എല്ലാവരുടെ ഇടയിലും കാണപ്പെടുന്നത്. എന്നാൽ ആ ഭാഗവും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാതെ ലിംഗത്തിലും അതുപോലെ തന്നെ വൃഷ്ണങ്ങളിലും പെൽവിക് ഭാഗങ്ങളിലും നന്നായി എണ്ണ തേച്ച് മസാജ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സെക്ഷലി ഹെൽത്ത് നേടുവാനും അതുപോലെ ഉദാഹരണക്കുറവിനുള്ള ഒരു പരിഹാരമായും ഇതിനെ കാണാവുന്നതാണ്. ഇത് എണ്ണ തേക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇരുന്നു കൊണ്ട് എണ്ണ തേക്കരുത്. നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പ് ഫിംഗറും ഉപയോഗിച്ച് പതിയെ ചെയ്യണം. ഒരിക്കലും സ്വയംഭോഗം ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്തേക്കരുത്. അതെ, വളരെ റെസ്പെക്ട് കൊടുത്ത് പതിയെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിനെ മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അതെ, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള മസാജിങ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട്. അതുപോലെ തന്നെ എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിലുള്ള കുളി നിർബന്ധമൊന്നുമില്ല. പച്ചവെള്ളമാകുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് സപ്ലൈയും അതുപോലെ ഓക്സിജനും നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാം. ഇനി ചൂടുവെള്ളം നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും ഉത്തമം. എന്നാൽ വൃഷ്ണങ്ങളിൽ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ ദിവസവും വൃഷ്ണങ്ങളിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മുതൽ എണ്ണ തേക്കുമ്പോൾ നിങ്ങളുടെ പെൽവിക് ഭാഗത്തും അതുപോലെ ലിംഗത്തിനും തേക്കുവാനും മസാജ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.